നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലൂടെയും കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി, ഏലത്തൂർ എന്നീ നിയോജക മണ്ഡലത്തിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യത്തെ യാത്ര മലനിരകളും ഹരിതാഭയും കൈകോർക്കുന്ന കാർഷിക സംസ്കാരവും തീർത്ഥാടന പ്രാധാന്യവും സമ്മേളിക്കുന്ന കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഒരു മലയോര മണ്ഡലം എന്ന നിലയിൽ പൂഞ്ഞാറിന് അതിൻ്റെതായ വികസന ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ഗതാഗത സൗകര്യങ്ങൾ, തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനം, ആധുനിക വിദ്യാഭ്യാസ ആരോഗ്യ സൗകര്യങ്ങൾ, കുടിവെള്ള ലഭ്യത, നൈപുണ്യ വികസനം എന്നിവയ്ക്കെല്ലാം ഊന്നൽ നൽകുന്ന പദ്ധതികളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്നിവിടെ നടപ്പിലാക്കിയത്. പൂഞ്ഞാറിന്റെ മണ്ണിൽ യാഥാർത്ഥ്യമാകുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളെക്കുറിച്ചും അവ നമ്മുടെ നാടിനെ എങ്ങനെ കരുത്തേകുമെന്നും നമുക്കൊന്ന് കാണാം. നമസ്കാരം. കേരള ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന കിഫ്ബി അഥവാ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് ഓഫ് ബഡ്ജറ്റ്സ് ബോറോയിങ്സിലൂടെ നടത്തുന്ന വിഭവ സമാഹരണവും അത് വിനിയോഗിച്ച് സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രവർത്തനങ്ങളും കേരളത്തിൻ്റെ സമഗ്രവും സർവ്വതോന്മുഖവുമായ ലോക നിലവാരത്തിലേക്ക് ഈ നാടിനെ എത്തിക്കുന്ന രീതിയിലുള്ള പുരോഗതിക്ക് അടിത്തറ ഒരുക്കിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും അഭൂതപൂർവമായ വികസനത്തിലെല്ലാം കിഫ്ബിയുടെ കയ്യൊപ്പുണ്ട് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തും. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 4-5 പ്രവർത്തനങ്ങളാണ് കിഫ്ബി ഫണ്ടിങ്ങിലൂടെ നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എരുമേലി ശബരിമലയുടെ പ്രവേശന കവാടമാണ്. ആ പ്രവേശന കവാടത്തിൽ ലോകത്തെല്ലായിടത്തുനിന്നും എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ടി ഉള്ള സൗകര്യമൊരുക്കുന്നതിന് 15 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഒരിടത്താവള പദ്ധതി നടപ്പിലാക്കി വരികയാണ്. മുരിക്കുംവയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും എല്ലാമുള്ള ഈ നിയോജക മണ്ഡലത്തിലെ ഏക കോമ്പൗണ്ടാണ് പിന്നോക്ക മേഖലയിൽ പ്രവർത്തിക്കുന്ന മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ മുരിക്കുംവയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിന് 5 കോടി രൂപയുടെ പുതിയ കെട്ടിട സമുച്ചയം, ബഹുതല ഹയർ സെക്കൻഡറി വിഭാഗത്തിനുള്ള ബഹുതല കെട്ടിട സമുച്ചയം കിഫ്ബി ഫണ്ടിലൂടെ പൂർത്തീകരിച്ച് അവിടെ ക്ലാസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വാഗമൺ റോഡ്, ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണിലേക്കുള്ള 24 കിലോമീറ്റർ റോഡ് കേരളത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് വാഗമൺ. ആ വാഗമണിലേക്കുള്ള റോഡ് ഏതാണ്ട് 60 വർഷം മുമ്പ് നിർമ്മിച്ചത് പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ ആധുനിക നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന്, വീതി കൂട്ടി നിലവാര വർധനവോടുകൂടി നിർമ്മിക്കുന്നതിനാവശ്യമായ 64 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ
ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി പൂഞ്ഞാർ നിയമമണ്ഡലത്തിലെ ഏക മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാന മന്ദിരം മുമ്പ് പഞ്ചായത്തായിരുന്ന അവസരത്തിൽ ഉപയോഗിച്ചിരുന്ന അതേ ചെറിയ സൗകര്യങ്ങളുള്ള പരിമിതമായ സൗകര്യങ്ങളുള്ള ഓഫീസ് കെട്ടിടമാണ്. അതിന് പകരം പുതിയ മുനിസിപ്പൽ ഓഫീസ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് 7,68,00,000 രൂപ കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഐസൊലേഷൻ വാർഡ്, സാംക്രമിക രോഗങ്ങളടക്കം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആളുകളെ ഐസൊലേറ്റ് ചെയ്ത് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ള ഐസൊലേഷൻ വാർഡ് 1,30,00,000 രൂപ വിനിയോഗിച്ച് നിർമ്മിച്ചതും കിഫ്ബി ഫണ്ട് കൂടി ഉൾപ്പെടുത്തിയാണ്. ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലും വിദ്യാഭ്യാസ രംഗത്തും ഗതാഗത രംഗത്തും തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടെല്ലാം കിഫ്ബി ഫണ്ട് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. തുടർന്നും കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോവേണ്ടത് ഈ നാടിന് വളരെ ഗുണകരമായ വികസന രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കും എന്നാണ് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര കോഴിക്കോട് ജില്ലയുടെ വടക്കൻ മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ കാർഷിക സംസ്കൃതിയും പ്രകൃതി രമണീയതയും കൈമുതലായുള്ള കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലൂടെയാണ്. കാർഷിക വിളകൾക്കും തെങ്ങ് കൃഷിക്കും പേരുകേട്ട ഈ നാട് ഇന്ന് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്ന പുതിയ ബൈപ്പാസുകളും നവീകരിച്ച റോഡുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആധുനിക മുഖം നൽകുന്ന പദ്ധതികൾ, കുടിവെള്ള സൗകര്യം മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ, ആരോഗ്യ കായിക സേവന മേഖലകളിലെ മുന്നേറ്റങ്ങൾ, ഇങ്ങനെ സമഗ്രമായ ഒരു വികസനത്തിനാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ ഇവിടെ യാഥാർത്ഥ്യമാക്കിയത്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിൻ്റെ പശ്ചാത്തല വികസന ചരിത്രത്തിൽ ഉജ്ജ്വലമായ പങ്കുവഹിച്ച ഒരു സ്ഥാപനമാണ് കിഫ്ബി. കിഫ്ബി 25 വർഷം പൂർത്തീകരിക്കുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കിഫ്ബി രൂപീകരിച്ചിട്ട് 25 വർഷമായിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പ്രവർത്തനക്ഷമമായത് 2016 ഒന്നാം പിണറായി സർക്കാർ മുതൽ മാത്രമാണ് എന്ന് കാണാൻ കഴിയും. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർവഹിച്ചിട്ടുള്ളത് എന്ന് കാണാം. വളരെ പിന്നണിയിൽ കിടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് കുറ്റ്യാടി. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ 2 ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ഉള്ളത്. കുറ്റ്യാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയും മണിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും. കാറ്റടിച്ചാൽ പാറിപ്പോകുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളായിരുന്നു ഈ 2 സ്ഥാപനങ്ങളിലും ഉണ്ടായിരുന്നത്. കിഫ്ബിയുടെ പ്രവർത്തനം സജീവമായി വന്നതോടുകൂടി 2017-18 5 കോടി രൂപ വീതം 2 സ്ഥാപനങ്ങൾക്കും അനുവദിക്കുകയുണ്ടായി. കുറ്റ്യാടിക്ക് 5 കോടിയും മണിയൂറിന് 3 കോടിയുമാണ് ലഭിച്ചിരുന്നത്. 2 വിദ്യാലയങ്ങളിലും ഏറ്റവും നല്ല കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായകരമായി മാറിയിട്ടുണ്ട്.
കുറ്റ്യാടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് കുറ്റ്യാടി ബൈപ്പാസ്. 5 റോഡുകൾ വന്നു ചേരുന്ന കുറ്റ്യാടി വാഹനക്കുരുക്ക് കൊണ്ട് ശ്വാസം മുട്ടുകയാണ്. ഇപ്പോൾ ആ ബൈപ്പാസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 39.4 കോടി ഉറുപ്പികയാണ് ഇതിന് മൊത്തം കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത്. ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് വടകരയിൽ നിന്നും വയനാടിലേക്ക് മാനന്തവാടിയിലേക്ക് എളുപ്പത്തിലെത്താൻ കഴിയുന്ന വഴിയാണ് കുറ്റ്യാടി വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ്. ആ റോഡിന് 79 കോടി ഉറുപ്പികയാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചത്. ഇപ്പോൾ ആ പ്രവർത്തനം ടെൻഡർ നടപടികളിലാണ്. കുറ്റ്യാടി മണ്ഡലത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് കുട്ടോ തട്ടക്കുണ്ട് കടവ് റോഡ്. 58 കോടി ഉറുപ്പിക ചെലവ് പ്രതീക്ഷിക്കുന്ന പ്രസ്തുത പരിപാടിക്ക് ലാൻഡ് അക്വിസിഷൻ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ച് വരികയാണ്. ഇങ്ങനെ മണ്ഡലത്തിൻ്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പങ്കാണ് കിഫ്ബി നിർവഹിച്ചിട്ടുള്ളത് എന്നത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ഡലത്തിൽ നേരിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും നാഷണൽ ഹൈവേ ആയാലും മലയോര ഹൈവേ ആയാലും തീരദേശ ഹൈവേ ആയാലും ആസ്പത്രികളും അതുപോലെ തന്നെ വ്യവസായ കേന്ദ്രങ്ങളും എല്ലാം തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രൂപത്തിൽ വികസിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇങ്ങനെ ഭാവി കേരളത്തിൽ 25 വർഷം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ട നേട്ടം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അനാവശ്യമായ വിവാദങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർത്തിക്കൊണ്ട് കിഫ്ബി സംവിധാനത്തെ ക്ഷീണിപ്പിക്കാനും പുറകോട്ടടിപ്പിക്കാനും വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പരിശ്രമം ഉണ്ടാകുമ്പോൾ മറ്റൊരു ഭാഗത്ത് അനാവശ്യമായ വിവാദമുണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കുന്ന ഗൗരവതരമായ ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും കിഫ്ബിയുടെ സാന്നിധ്യവും കിഫ്ബിയുടെ വഴി ഉണ്ടായ വികസന പ്രവർത്തനങ്ങളും നമുക്ക് നല്ല നിലയിൽ കാണാൻ കഴിയുകയും ചെയ്യും. ഈ വസ്തുത മുഴുവനും അവർ മറച്ചു പിടിക്കുമ്പോഴും ജനങ്ങൾ ഇതെല്ലാം തന്നെ നേരിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ശക്തമായ രൂപത്തിൽ കിഫ്ബി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 25 വർഷം പൂർത്തിയാക്കുന്ന കിഫ്ബി കഴിഞ്ഞകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തി കേരളത്തിലെ ഒരു പുതിയ വികസന രംഗത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട്. കിഫ്ബിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര ദേശവാണിജ്യ ബന്ധങ്ങളുടെ ചരിത്രം പേറുന്ന ഓർമ്മകളുടെ കടലിരമ്പുന്ന ഏലത്തൂർ നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഒരു ഭാഗത്ത് പരമ്പരാഗത മത്സ്യബന്ധന മേഖലയും മറുഭാഗത്ത് വളർന്നുവരുന്ന പട്ടണ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഏലത്തൂർ സവിശേഷമായ ഭൂപ്രകൃതിയും സാധ്യതകളുമുള്ള ഒരു പ്രദേശമാണ്. ദേശീയപാത കടന്നുപോകുന്ന കൊരപ്പുഴയുടെ സാമീപ്യമുള്ള കോഴിക്കോട് നഗരവുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുന്ന ഈ മണ്ഡലം ഗതാഗതത്തിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലുമെല്ലാം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കിഫ്ബിയുടെ സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ പദ്ധതികളിലൂടെ ഏലത്തൂർ എങ്ങനെയാണ് മുന്നേറിയതെന്നും എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വികസന മുന്നേറ്റങ്ങളെന്നും നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വളരെ കാലമായി നിലനിൽക്കുന്ന മുരടിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിലാണ് 1999 കിഫ്ബി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവായത്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് വഴി മാത്രമേ കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് സഹായകമായ വിധത്തിൽ വിവിധ വികസന മേഖലകളിൽ നമുക്ക് ലക്ഷ്യപ്രാപ്തിയിലേക്ക് കുതിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ.
2016 ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഈ കിഫ്ബി പദ്ധതിക്ക് പുതിയ ചലനമുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്നായിരുന്നു ഉദ്ദേശിച്ചത്. എന്നാൽ ഇപ്പോഴേക്കും അത് 87,521 കോടി രൂപയുടെ 147 പദ്ധതികൾ ഇതിനകം തന്നെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. എൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ 220 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് എലത്തൂർ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 28 കോടി രൂപ ചെലവഴിച്ച് കോരപ്പുഴ പാലം അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും ജനങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയുമാണ്. പൂളക്കടവ് പാലത്തിന് 30 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളുകളിന് 5 കോടി രൂപ, മറ്റൊരു ഹൈസ്കൂളിന് 3 കോടി രൂപ, പറമ്പിൽ ഗവൺമെൻറ് ഹയർ സ്കൂളിന് 3 കോടി രൂപ തുടങ്ങി സ്കൂളുകളുടെയും പാലങ്ങളുടെയും വികസനത്തിന് വേണ്ടി അനുവദിച്ച തുകയോടൊപ്പം തന്നെയാണ് കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ 151 കോടി രൂപ ചെലവഴിച്ച് ഒരു ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മിക്കുന്നതിനുള്ള അനുവാദം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ മണ്ഡലാടിസ്ഥാനത്തിലായാലും വകുപ്പടിസ്ഥാനത്തിലായാലും സംസ്ഥാനത്തിൻ്റെ ആകെയുള്ള സ്ഥിതി പരിശോധിച്ചാലും വികസന കുതിപ്പിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിക്കാൻ കിഫ്ബിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ അഭിമാനപൂർവ്വം നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ കിഫ്ബി വഹിച്ച പങ്ക് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ പുറകിലും മുമ്പിലുമായി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ ഘട്ടത്തിൽ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു മണ്ഡലത്തിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.